ഇതുപോലുള്ള റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വീതി നീളം ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിന് വീതി വന്നിരിക്കുന്നത് ഏകദേശം ഒരു 9 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു നെക്കിന് കണ്ടോ 9 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു റെഡിമെയ്ഡ് നെക്ക് പാച്ചിന് വീതി വന്നിരിക്കുന്നത്. അതേപോലെ ഏകദേശം ഒരു 12 ഇഞ്ച് ഇറക്കവും വന്നിട്ടുണ്ട് കേട്ടോ. 12 ഇഞ്ചോളം ഇറക്കവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സൈഡ് പക്ഷേ നമുക്ക് ഇവിടെ മടക്കിയെടുക്കാനുണ്ട്. ഇനി മടക്കിയെടുക്കാനില്ലാത്ത കേസിലാണ് ഇതിന് കറക്റ്റ് ചെയ്തിട്ട് ഒന്നിൽ ഒരു സോൾഡറിങ് ആയിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചന്ദനത്തിൽ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഉരുക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്കിവിടെ മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സൈഡെല്ലാം മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഇറക്കം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നെക്കിന് ഇറക്കം വന്നിരിക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ താഴോട്ടേക്ക് വി കട്ടോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 6.5 ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് അധികം ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് വശം ഉണ്ടോ കുറച്ചൊന്ന് കൂടുതലിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുത്തിന് ആവശ്യത്തിന് ഇറക്കം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ, നല്ലപോലെ മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സൈഡെല്ലാം കറക്റ്റായിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു അറ്റാച്ച് ചെയ്യാനുള്ള ഫ്രണ്ട് പീസ് എടുക്കുക. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഒരു വി കട്ടിട്ടുണ്ട്, അതേപോലെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ നല്ല വശം ബാക്ക് സൈഡിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊണ്ടോ, ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് സൈഡാണ് വന്നിരിക്കുന്നത്, മുകളിലേക്ക് നെക്കിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊണ്ടോ, നെക്കിൻ്റെ ചീത്തവശമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം സെൻറ്റർ ഇതേപോലെ രണ്ട് സൈഡും സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, രണ്ട് സൈഡും സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ടോപ്പിലെ സെൻറ്ററിൽ ഇവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ താഴെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് നിന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ഷോൾഡർ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഇന്നർ ലൈനോടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു വി ഷേപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ വി ഷേപ്പ് ഒഴിവാക്കി റൗണ്ടായിട്ട് സ്റ്റിച്ച് കൊടുത്താലും മതി. നമ്മളോട് വി ഷേപ്പോടെ ഉൾപ്പെടുത്തിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെല്ലാം ഒന്ന് അഴിച്ചെടുക്കുക. ഇനി കറക്റ്റ് ചെറിയൊരു തയ്യൽ തുമ്പിട്ട ശേഷം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം ഈ ഒരു വി കട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു വി ഷേപ്പോടെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിവിടെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഈ ഒരു കോണും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി നേരെ നല്ല വശത്തേക്ക് മറിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന് മുകളിലേക്ക് വരുന്ന ഇതിൽ വെച്ചതിന് ശേഷം ഈ ഒരു എൻഡ് ചേർന്ന് കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ നല്ല വശത്തേക്ക് മറിച്ച് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വെച്ചാൽ നെക്കിൻ്റെ എൻഡ് ചേർന്ന് കറക്റ്റായിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ നെക്കിൻ്റെ ഔട്ടർ ലൈനിലൂടെ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.